ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരാഴ്ചത്തെ കറണ്ട് സിറ്റുവേഷൻ, അതായത് കരിയർ, നമ്മുടെ കയ്യിൽ വരുന്ന ബ്ലോക്കേജ്, അതിനെന്താണ് ഗൈഡൻസ്, അതിനുവേണ്ടി നമുക്ക് 3 കാർഡുകളിലൂടെ ഇതിൽ നിന്ന് 3 കാർഡുകൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. കരിയർ, ബ്ലോക്കേജ് ആൻഡ് ഗൈഡൻസ്. അപ്പോൾ ഈ കരിയറിൽ വന്നിരിക്കുന്ന കാർഡ് എന്ന് നമുക്ക് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. 7 ഓഫ് കപ്സ് എന്ന ജലതത്വത്തെ കുറിക്കുന്ന കാർഡാണ്. ഇതിൽ എല്ലാ എലമെൻസുകളും കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. പക്ഷെ പലതരത്തിലുള്ള വ്യത്യസ്തമായ പല രീതികളും നമുക്ക് ഈ കാർഡിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പലവിധ കരിയർ റിലേറ്റഡ് ആയ സാധ്യതകളും തിരഞ്ഞെടുപ്പുകളും നിറഞ്ഞതായിട്ടാണ് ഈ കാർഡിലൂടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവയെല്ലാം യാഥാർത്ഥ്യമാണോ അതോ മായികമാണോ എന്ന് വ്യക്തമല്ല. കരിയറിൽ ഉറപ്പായ ഒരു തീരുമാനം കൈക്കൊള്ളുക, സാങ്കല്പികതയും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയുക എന്നാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതായത് പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വ്യക്തതയുള്ള ഒരു ദിശ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കാർഡിലൂടെ നമുക്ക് ലഭിക്കുന്ന സൂചന. ഇനി നമുക്ക് അതിന് ബ്ലോക്കേജ് ആയി കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നോക്കാം. അത് 7 ഓഫ് സോർട്സ് എന്ന എയർ എലമെൻറ്റിൻ്റെ കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ കാർഡ് നൽകുന്ന ബ്ലോക്കേജ് വരുമ്പോൾ ഈ കാർഡ് നൽകുന്ന സൂചന വഞ്ചന അല്ലെങ്കിൽ ആത്മവഞ്ചന, കാര്യങ്ങൾ നേരിൽ നോക്കി ചെറുക്കാൻ കഴിയാത്ത അവസ്ഥ ഇവയെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ശരിയായ മാർഗത്തിലല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടോ, കുറുക്കുവഴി സ്വീകരിക്കുകയാണോ എന്ന് ചിന്തിക്കുക. ചുറ്റുമുള്ള ആളുകൾ വിശ്വസനീയരാണോ എന്ന് ശ്രദ്ധിക്കുക. അഭിമുഖീകരിക്കേണ്ട വെല്ലുവിളികൾ കാണാതിരിക്കുന്നതാണ് നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നത് എന്നാണ് ഈ കാർഡിലൂടെ നിങ്ങൾക്ക് സൂചന ലഭിക്കുന്നത്. ഇനി നമുക്ക് യൂണിവേഴ്സ് ഇതിന് ഗൈഡൻസ് ആയി തന്നിരിക്കുന്ന കാർഡ് എന്താണെന്ന് നോക്കാം. 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന ഭൂമി തത്വത്തെയും ഹെൽത്തിനെയൊക്കെ കുറിക്കുന്ന ഒരു കാർഡാണ്, സമ്പത്തിനെ കുറിക്കുന്ന ഒരു കാർഡാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം 4 പെൻറ്റക്കിൾസുമായിട്ട് ഒരാൾ ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്, മൂവ് ചെയ്യാൻ ഇഷ്ടപ്പെടാതെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതാണ് കാണുന്നത്. 4 യാഥാർത്ഥ്യത്തെ കുറിക്കുന്ന ഒരു നമ്പരും കൂടിയിട്ടാണ്. അതായത് നിങ്ങൾ ഭാവിയെക്കുറിച്ച് വളരെ ഷോർട്ടായ ഒരു സമീപനം സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തിയേക്കാം. സാമ്പത്തികമായി സുരക്ഷിതത്വം വേണമെന്ന ആഗ്രഹം കൂടുതൽ പിടിവിട്ടു പോകാതെ നിലകൊള്ളുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. അതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ കാർഡ് സൂചന നൽകുന്നത്. എന്നാൽ പിടിച്ചുവയ്പ് സാമ്പത്തികത്തിൽ നിങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കാം. അതിനാൽ അതിനുവേണ്ട മുൻകരുതലുകൾ നിങ്ങൾ എടുത്തുകൊള്ളുക. നിർഭാഗ്യകരമായ തീരുമാനങ്ങൾ ഒഴിവാക്കുക. എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് കരുതി ധാരാളം സാധ്യതകളിൽ ചെന്ന് ചാടാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുക. സാമ്പത്തികമായും കരിയറിലുമുള്ള കാര്യങ്ങൾ കൂടുതൽ വിശ്വാസമായും സന്തുലിതയും പുലർത്തിയാൽ ശരിയായ വഴിയിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായും നീങ്ങാൻ സാധിക്കും എന്നാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നത്. അപ്പോൾ ഏവരും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.